Hello guys, again welcome back to my channel Talk Malayalam. In the Realme 5 and one phone detailed review. You can buy budget phones Realme 5, MI A3, Honor, Asus, budget range. Choose best option that you just shorts just മനസ്സ് തൃപ്തി വരത്തുള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങൾ മൊത്തം ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കാൻ പറ്റിയ ഫോൺ 5000 mAh ബാറ്ററി എങ്ങനെയുണ്ട്, ബാറ്ററി നിൽക്കുന്നുണ്ടോ, ഫുൾ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫസ്റ്റ് തന്നെ പറയട്ടെ, റിയൽമി 5 വരുന്നത് ഒരു ഫുൾ HD+ പാനലല്ല വരുന്നത്, HD+ പാനലാണ്. കാരണം ബഡ്ജറ്റ് വരുമ്പം HD+ പാനലേ പറഞ്ഞു. ഞാൻ ഓൾറെഡി അൺബോക്സിങ്ങിൽ അത് പറഞ്ഞിരുന്നു. അപ്പം HD+ പാനൽ അത്യാവശ്യം 720 പിക്സൽ, അതറിയാത്തവർ കുറേ 700 യൂട്യൂബ് കാണുകയാണെങ്കിൽ 720p വരെ നമുക്ക് പ്ലേ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടിപൊളി ഫോണാണ്. ബാറ്ററിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങൾ PUBG ഗെയിം പ്ലേയേഴ്സും അതായത് ഗെയിം പ്ലേയേഴ്സ് ആണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ചി ഫോൺ. പെർഫോമൻസ് കാര്യത്തിൽ ഒട്ടും മോശമല്ല. സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞാൽ അടിപൊളി ചിപ്സെറ്റാണ്. എൻ്റെ റിയൽമി 2 പ്രോയിലും ഈ സെയിം ചിപ്സെറ്റാണ്. ഇപ്പോൾ ഇച്ചിരി അത് പഴയ ചിപ്സെറ്റാണ്. ഇപ്പം കാരണം 7, 710, 712 അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ 665 അടിപൊളി ചിപ്സെറ്റാണ്. എൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പറഞ്ഞാൽ അടിപൊളി ചിപ്സെറ്റാണ്. ഗെയിം കളിക്കാം. അപ്പോൾ 5000 mAh ബാറ്ററി കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ശക്കറിലെ ഒരു വെയിറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം ഇപ്പം എൻ്റെ റിയൽമി 2 പ്രോ ആയാലും 180 ഗ്രാംസേ ഉള്ളൂ. ഇതാണ് 193 and 92 ഗ്രാംസ് വരുന്നുണ്ട്. ശക്കറിലും വെയിറ്റ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ബോഡി ടു സ്ക്രീൻ റേഷ്യോ എല്ലാവർക്കും അറിയേണ്ടതാണ്. 82.7 സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അത്യാവശ്യം നല്ല ചിന്നൊക്കെ വളരെ തിന്നാണ്. അത്യാവശ്യം നല്ല രീതി സ്ക്രീൻ ടു റേഷ്യോ ഉണ്ട്. പിന്നെ ഏറ്റവും എൻ്റെ കയ്യിൽ എൻ്റെ നല്ല വലുപ്പമുള്ള ഡിസ്പ്ലേ ആട്ടോ. വലുപ്പമുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഫോണാണ്. അതുപോലെ മികച്ച ബാറ്ററി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ എൻ്റെ വേരിയൻറ്റ് വരുന്നത് 332, 464, 128 GB വരുന്നുണ്ട്. അപ്പം അടിപൊളി ഒരു ഫോണാണ് നിങ്ങൾ വരുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഒരു മികച്ച ക്യാമറ സെറ്റപ്പാണ്. അത്യാവശ്യം ഞാൻ കുറേ ഷോട്ട്സ് ഒക്കെ എടുത്തു. ക്യാമറ കൊണ്ട് അടിപൊളി ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഹൈ ലെവൽ മിഡ് റേഞ്ചിൻ്റെ ആ ലെവൽ ക്വാളിറ്റി ഒന്നും പറ്റില്ല. അത്യാവശ്യം നോർമൽ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD അല്ല, HD+ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ പിക്സൽ പെർ ഇഞ്ച് പലരും ഫോൺ എടുക്കുമ്പോൾ നോക്കാത്ത കാര്യമാണ് PPI നോക്കണം. ഇന്ന് 269 PPI ആണ് വരുന്നത്. PPI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേയുടെ ആ ക്വാളിറ്റി, അതായത് എത്ര AMOLED ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞാലും സൂം ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേ ഒന്ന് ശരിക്കും നോക്കി കഴിയുമ്പോൾ ആ പാട് ഇങ്ങനെ കുറേ ക്രോസ് ലൈൻസ് ഉണ്ടല്ലോ ഡിസ്പ്ലേയുടെ, ഓരോ ലൈറ്റ് പോലത്തെ സാധനം, അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിക്സൽ പെർ ഇഞ്ച് അതൊരു പിക്സലാണ്. ആ പിക്സൽ തീരെ സ്മോൾ ആകും തോറും ക്വാളിറ്റി കൂടും. അപ്പം 269 PPI അത്ര വലിയ ഇപ്പം മിഡ് റേഞ്ച് വരുന്ന 15000 ഫോണിൻ്റെയൊക്കെ ഏകദേശം 400 എബോവ് PPI ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോസൊക്കെ വിഷ്വൽസൊക്കെ കാണാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ വരുന്നത് ക്യാമറ സെക്ഷൻ മെയിൻ ക്യാമറ വരുന്നത് 13 MB ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ വൈഡ് ആംഗിളിന് 8 MB ക്യാമറ വരുന്നുണ്ട്. പിന്നെ മാക്രോ ഷോട്ടിന് 2, പിന്നെ ബൊക്കെ മോഡിന് 2. അപ്പം അടിപൊളി ക്യാമറ സെക്ഷൻ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. അടിപൊളി നല്ല വിഷ്വൽസ് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നല്ല രീതിയിൽ ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് 10 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാകുന്ന ഫോണാണ്. ബട്ട് 5000 mAh ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ഇല്ലെന്ന് വിചാരിക്കലും ഉണ്ട്. ബട്ട് ഇതിൻ്റെ ഓൺ ദ ബോക്സിൽ സാധാരണ നോർമൽ 2 ആംപെയറിൻ്റെ ചാർജാണ് വരുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു ഫാസ്റ്റ് ചാർജർ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു 5000 mAh അല്ലെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ 2-2.5 മണിക്കൂറൊക്കെ എടുക്കും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയത് തന്നെ റിയൽമിക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫോണിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫോണിന് കൊടുത്തു തന്നെ ഏറ്റവും നല്ലൊരു പോയിൻ്റാണ്. ഫോൺസിൻ്റെ 2 കളർ വേരിയാണ് വരുന്നത്, ക്രിസ്റ്റൽ പർപ്പിളും ക്രിസ്റ്റൽ ബ്ലൂവും. അങ്ങനെ ക്രിസ്റ്റൽ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് ഡയമണ്ട് കട്ട് ഡിസൈനാണ് വരുന്നത്. റിയൽമിയുടെ ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇങ്ങനെ ചലിപ്പിച്ച് വരുമ്പോൾ ഡയമണ്ട് ഇങ്ങനെ തിളങ്ങുന്നതാണ്. നല്ല രസമാണ് കാണാൻ. ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. പിന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് PUBG കളിക്കാനും ഗെയിംകാരിലൊന്നും പേടിക്കേണ്ട. നല്ല പെർഫോമൻസ് തരുന്ന ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ ഒരു പെർഫോമൻസ് തരുന്ന അടിപൊളി ചിപ്സെറ്റാണ്. അപ്പോൾ ചിപ്സെറ്റ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ പേടിക്കേണ്ട. അടിപൊളിയായിട്ട് PUBG ഒക്കെ കളിക്കാൻ പറ്റുന്നത് ഞാൻ കളിച്ച് നോക്കി. PUBG കളിക്കുക ഓൾമോസ്റ്റ് എല്ലാ ഗെയിമും PUBG ഒക്കെ HD ഗ്രാഫിക്സിലിട്ട് നല്ലവണ്ണം കളിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് ഒരു ഫോണാണ്. പിന്നെ ഞാൻ ഒരു വെയിറ്റിൻ്റെ കാര്യം പറയായിരുന്നു. 190 അല്ല 198 ഗ്രാംസ് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 200 ഗ്രാംസിനടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. ഇച്ചിരി വെയിറ്റ് കൂടുതലെന്ന് തന്നെ പറയാം. അത് അത്രയും ബാറ്ററി പവർ. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി നല്ലത് നിൽക്കണമെന്നും ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിൽ പറ്റുന്ന ഈ പ്രൈസ് റേഞ്ചിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫോണാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് ഇടുന്നതായി. അപ്പം നമുക്ക് നാളെ ഇതുപോലെ കൂടുതൽ ടെക്നോളജി വീഡിയോസായിട്ട് കാണാം. See you.